എംബാപ്പെ, ഡെംബലെ, ഒലീസെ ഈ ലോകകപ്പിലെ ഏറ്റവും മൂർച്ചയേറിയ ആക്രമണ നിര, ആരെയും പേടിപ്പിക്കുന്ന സ്വപ്ന സംഘം. കിരീട സാധ്യത ഏറ്റവും കൂടുതലുള്ള ഫ്രാൻസ് വലിയ ആത്മവിശ്വാസത്തോടെയാണ് സെമികളിക്കാനെത്തുന്നത്. എന്നാൽ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഇത്തവണ എതിരാളി സ്പെയിനാണ്. കളിക്കളത്തിൽ മധ്യനിര നിയന്ത്രിക്കുന്ന ടീമുകൾക്കാകും നോക്കൌട്ട് സ്റ്റേജുകളിൽ എപ്പോഴും മുൻതൂക്കം. മത്സരത്തിന്റെ ടെമ്പോ നിലനിർത്തിപ്പോകുന്നവരും ഇവർ തന്നെയായിരിക്കും. അങ്ങനെ നോക്കിയാൽ റോഡ്രി പെഡ്രി കോംബോ തന്നെയാണ് ഈ ടൂർണമെന്റിലെ ഏറ്റവും വലിയ അപകടകാരികൾ. ഫ്രാൻസ് എത്ര വേഗത്തിൽ പ്രസ് ചെയ്താലും അതിന് തടയിടാൻ ഇവർക്ക് കഴിയും. ഡിഫൻസിന് കവചമായി നിന്ന് കൗണ്ടർ അറ്റാക്കിന് തുടക്കം കുറിക്കാനും ഇവർക്ക് സാധിക്കും. എംബാപ്പയും ഒലീസയും സ്പെയിൻ മിഡിലിൽ വെച്ച് പൂട്ടുമോ എന്നാണ് കണ്ടറിയേണ്ടത്. വിംഗ് ബാക്കുകളുടെ കരുത്തും എടുത്തു പറയേണ്ടതാണ്. ടൂർണമെന്റിലുടനീളം മികച്ച വർക്ക് റേറ്റ് പുറത്തെടുത്ത മാർക്ക് കുക്കുറയ കൗണ്ടർ പ്രസിന്റെ ആശാനാണെന്ന് ഓർക്കണം. അലക്സ് ബയനയുമായി ചേർന്നുള്ള ലിങ്ക് അപ്പ് പ്ലേ ഫ്രാൻസിന് വലിയ ഭീഷണി തന്നെ ഉണ്ടാക്കും. വലത് വിങ്ങിൽ നിന്ന് പാഞ്ഞു വരുന്ന ഒസ്മാൻ ഡെംബലയെ കുക്കറയെ തളച്ചാൽ ഫ്രാൻസിന് ജയം എളുപ്പമാകില്ല. ഏരിയൽ ഡുവൽസ് കളിക്കാനുള്ള പെട്രോ പൊറയുടെ മികവും എടുത്തു പറയേണ്ടതാണ്. കഥ അവിടെയും തീരുന്നില്ല. ഇടങ്കാലുകൊണ്ട് ലോകോത്തര ക്രോസിംഗ് മാത്രം തൊടുത്ത് ശീലമുള്ള ലമീൻ യമാൽ ഫ്രഞ്ച് ഗോൾ മുഖത്ത് നിരന്തരം ആക്രമണം വിതയ്ക്കും. ബോക്സിലേക്കുള്ള അളന്നു മുറിച്ചുള്ള യമാലിന്റെ പാസുകൾ തടയാൻ വില്യം സാലിബയ്ക്ക് കഴിയുമോ എന്നാണ് മറ്റൊരു ചോദ്യം. എന്നാൽ നല്ലൊരു ക്ലിനിക്കൽ സ്ട്രൈക്കർ ഇല്ലാത്തതാണ് സ്പെയിനിനെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. മധ്യനിരയിലൂടെ കളിമിറഞ്ഞ് വിങ്ങുകളിൽ കൂടുതൽ സ്പേസ് സൃഷ്ടിക്കുകയാണ് പരിശീലകൻ ലൂയിസ് ഡി ലാഫ്യുണ്ടയുടെ തന്ത്രം. ഇത് യമാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് 1-to-1 അറ്റാക്കിന് അവസരം നൽകുകയും ചെയ്യും. ഇനി മറുവശത്ത് ഫ്രാൻസ് തങ്ങളുടെ മുഴുവൻ ഊർജ്ജവും പുറത്തെടുക്കാൻ ഉറച്ചാണ് ഇത്തവണ വരുന്നത്. സൂപ്പർ താരം എംബാപ്പയുടെ അസാധ്യ വേഗത്തിൽ തന്നെയാണ് ഫ്രഞ്ച് പടയുടെ എല്ലാ പ്രതീക്ഷകളും. ചെറിയ പഴുതുപോലും ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ഫ്രഞ്ച് ഫിനിഷർ സ്പെയിനിനെ തുടക്കം മുതലേ വിറപ്പിക്കുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. കളി നിയന്ത്രിക്കുക എന്നതിലുപരി മത്സരത്തിൽ വരുത്തുന്ന ചെറിയ പിഴവുകളിൽ നിന്ന് ഗോൾ കണ്ടെത്താനായിരിക്കും ഫ്രാൻസ് ശ്രമിക്കുക. ലോക ഫുട്ബോളിൽ തന്നെ അപൂർവമായി 2 കാലുകൾ കൊണ്ടും ഒരുപോലെ ഡ്രിബിൾ ചെയ്യാൻ സാധിക്കുന്ന ഒസ്മാൻ ഡെംബലെ മത്സരം ഏത് നിമിഷവും ഗതിമാറ്റാൻ ശേഷിയുള്ള താരമാണ്. ഇവർക്കൊപ്പം മൈക്കൽ ഒലീസെ, ഡെസിറെ ഡുവെ എന്നിവർ കൂടി ചേരുമ്പോൾ അപ്രവചനീയമാണ് കാര്യങ്ങൾ. ചുരുക്കത്തിൽ പെർഫെക്റ്റ് പൊസഷൻ ഗെയിമും ക്ലിനിക്കൽ ഫിനിഷിംഗും നേർക്കുനേർ വരുന്ന ടാക്ടിക്കൽ യുദ്ധത്തിനാണ് ഡാളസ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വരാൻ പോകുന്നത് ഫുട്ബോൾ ലോകം ഇതുവരെ കാണാത്ത മരണക്കളിയാകുമെന്ന് ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.